ഇത് ഹണിവെല്ലിൻ്റെ IP ബുള്ളറ്റ് ക്യാമറയാണ് 2 MB. ഇത് ഹണിവെൽ ഇമ്പാക്റ്റ് അല്ല, ഹണിവെൽ പ്രോജക്റ്റ് സീരീസ് വരുന്ന ഒരു ക്യാമറയാണ്. മെറ്റൽ ബോഡിയാണ്. ഇത് PoE എനേബിൾഡ് ക്യാമറയാണ്. ഇതിന് സൂം ചെയ്യാനുള്ള 2.7 to 13.5 mm ലെൻസ് സൂം ചെയ്യാൻ കഴിയും. മെമ്മറി കാർഡ് ഇടാൻ കഴിയുന്ന ഒരു ക്യാമറയാണ്. നമ്മളൊരു സൈറ്റിൽ ചെന്നപ്പോൾ കസ്റ്റമർ അവിടെ കൊണ്ടുവന്ന ക്യാമറയാണ്. ഇതിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സൈറ്റിൽ നിന്ന് എടുത്ത ക്യാമറയാണ്. ഈ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനുമുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് റീസെറ്റ് ബട്ടണാണ്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റീസെറ്റ് ആവും. ഇതിൻ്റെ ഡിഫോൾട്ട് IP ആയ 192.168.1.108 എന്ന IP ആണ് ഇതിൻ്റെ ഡിഫോൾട്ട് IP. ആ ഡിഫോൾട്ട് IP-യിലേക്ക് ഇത് മാറും. നമുക്കവിടെ പാസ്വേഡും IP-യും എല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇത് കുറച്ച് ഓൾഡ് മോഡൽ ക്യാമറയാണ്. ഇത് ആ ക്യാമറയുടെ ഡേറ്റ ഷീറ്റാണ്. ഇവിടെ WDR ഒക്കെ 120 dB WDR ഉണ്ട്. ബാക്കി IR ഡിസ്റ്റൻസ് അപ് ടു 60 മീറ്റർ സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറയാണിത്. ഇത് ആ ക്യാമറയുടെ റീസെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള ഡീറ്റെയിൽസുമാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ ക്യാമറ 192.168.1.108 ക്യാമറ റീസെറ്റ് ആയിരിക്കുകയാണ്. നമ്മളിവിടെ ബട്ടൺ റീസെറ്റ് ചെയ്ത ശേഷം പിന്നീട് ഇത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യേണ്ടതാണ് ഈ ക്യാമറയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്കൊരു ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ട്. അത് അഡ്മിൻ പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡും ഡിഫോൾട്ട് IP അടിച്ച് കയറുമ്പോൾ അതിൽ യൂസർ നെയിമും പാസ്വേഡും ഡിഫോൾട്ടായിട്ടുള്ള യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് 1234 അത് വെച്ച് കയറുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അതനുസരിച്ച് നമ്മളിവിടെ പുതിയ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പുതിയ പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ പേജിലേക്ക് ലോഗിൻ ആവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്ലഗിൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ സെറ്റിങ്സ് എല്ലാം നമുക്കിവിടെ എടുക്കാൻ കഴിയും. ക്യാമറയുടെ പ്രോപ്പർട്ടീസ്, നെറ്റ്വർക്ക് സെറ്റപ്പ്, IP. ഇപ്പോൾ ഇതിൻ്റെ IP 1.108 ആണ്. 192.1.18. ക്യാമറയുടെ IP 192.168.1.108 ആണ്. 108 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സാധാരണ IP ക്യാമറ പോലെ തന്നെ. പ്ലഗിൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വ്യൂ നമുക്കിവിടെ ഇപ്പോൾ ഈ വെബ് പേജിൽ ലഭിക്കില്ല. അപ്പോൾ ആ ക്യാമറയുടെ വ്യൂ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാനിവിടെ HDCS എന്ന് പറഞ്ഞ ഹണിവെല്ലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ക്യാമറ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ക്യാമറയുടെ ഡിവൈസ്, മോഡൽ, ഡീറ്റെയിൽസ് എല്ലാം. ഇവിടെ ലൈവ് വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ലൈവ് വ്യൂ ആണിത്. ഇവിടെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ക്യാമറ സെറ്റപ്പിൽ നമുക്കിവിടെ സൂം ആൻഡ് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ പ്ലഗിൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കുറച്ച് പഴയ ക്യാമറയാണ്. ബാക്കി സെറ്റിങ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു PoE എനേബിൾഡ് ക്യാമറയാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പവർ അഡാപ്റ്റർ വെച്ചാണ് ക്യാമറ പവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പവർ അഡാപ്റ്റർ വെച്ചാണ് ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ലാപ്ടോപ്പുമായിട്ട് ക്യാമറ
കണക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റിൽ.